അങ്ങനെ ലീല മോളെ സതി എന്നും വിളിച്ചുകൊണ്ട് മോളുടെ റൂമിലേക്ക് ചെന്നു. അവിടെ നോക്കിയിട്ട് സതിയെ കണ്ടില്ല. ബാത്റൂം തുറന്നു നോക്കി, അവിടെയും കണ്ടില്ല. ഈ പെണ്ണ് എവിടെ പോയി കിടക്കുന്നു? ഈ പെണ്ണ് ഇവിടെ ഈ റൂമിലില്ലല്ലോ. അപ്പോൾ സതിയുടെ അച്ഛൻ പറഞ്ഞു, പുറത്തെങ്ങാനും കാണും, നീ പുറത്തൊന്ന് നോക്കൂ. അങ്ങനെ ലീല പുറത്തിറങ്ങി സതി സതി എന്ന് വിളിച്ചു. അവിടെ എങ്ങും അവളെ കണ്ടില്ല. അവൾ വിളി കേൾക്കുന്നതുമില്ല. ലീലയ്ക്ക് ആകെ അങ്കലാപ്പായി. എന്ത് ചെയ്യണമെന്നറിയില്ല. ലീല ഭർത്താവിനോട് പറഞ്ഞു, സതി ഇവിടെ ഇല്ല, അവൾ ഇവിടെ ഇല്ല. പിന്നെ അവൾ എവിടെ പോവാൻ എന്ന് സതിയുടെ അച്ഛൻ ചോദിച്ചു. നീ അവിടെ നോക്കൂ ഒന്നും കൂടി എന്ന് ലീലയോട് ഭർത്താവ് പറഞ്ഞു. ഞാൻ നോക്കി എന്ന് പറഞ്ഞു. പെട്ടെന്ന് ലീലയും ഭർത്താവും കൂടി സതിയുടെ റൂമിലേക്ക് ചെന്നു. അവിടെ നോക്കിയപ്പോൾ അവിടെ ഡ്രസ്സെല്ലാം ഇവിടെ കിടപ്പുണ്ട്. പെട്ടെന്ന് ലീലയുടെ കണ്ണിൽ പെട്ടു ഒരു ബുക്കിൻ്റെ പുറത്തൊരു വെള്ള പേപ്പർ ഇരിക്കുന്നു. അങ്ങനെ ലീല ആ പേപ്പർ എടുത്തു വായിച്ചു. അതിൽ എഴുതിയേക്കുന്നു, അമ്മയെ ക്ഷമിക്കണം, എനിക്ക് ശിവനെ മറക്കാനൊക്കില്ല. ഞാൻ ശിവനോട് പോകുകയാണ്. അച്ഛനോട് പറയണം എന്നോട് പൊറുക്കാൻ. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മാപ്പ് തരണം എന്ന് സതി. ലീല വാവിട്ട് കരഞ്ഞു. അയ്യോ, സതി നമ്മളെ ചതിച്ചു, സതി നമ്മളെ ചതിച്ചു. ഭർത്താവ് ചോദിച്ചു, എന്തുവാടി നീ ഇരുന്ന് പറയുന്നത്? നിങ്ങൾ നോക്ക് മനുഷ്യ, ഇത് വായിച്ചു നോക്കൂ, എന്തുവാ എഴുതി വെച്ചേക്കുന്നതെന്ന്. അങ്ങനെ സതിയുടെ അച്ഛൻ ആ ലെറ്റർ വായിച്ചു. അദ്ദേഹം ഞെട്ടി. അയാൾക്ക് ഭൂമിയെല്ലാം കറങ്ങുന്ന പോലെ തോന്നി, ശരീരം വല്ലാതെ വരുന്ന പോലെ തോന്നി. അദ്ദേഹം പെട്ടെന്ന് ആ കട്ടിലിരുന്നു, തളർന്നിരുന്നു. ഒന്നും മിണ്ടാൻ വയ്യ, ശരീരം ആകെ വിയർത്തു. ലീല ചോദിച്ചു, എന്താ മനുഷ്യ നിങ്ങളൊന്നും മിണ്ടാത്തത്? അദ്ദേഹം ധൈര്യം സംഭരിച്ചു പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരി, പോയവൾ പോട്ടെ, ഇനി എനിക്ക് ഇങ്ങനെ ഒരു മോളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അട്ടഹസിച്ചു. എൻ്റെ മോൾ ചത്തുപോയി, എനിക്കിനി സതി എന്ന് പറയുന്ന ഒരു മോളും ഇല്ല. അങ്ങനെ പറയരുത്, നമുക്ക് പോയി കേസ് കൊടുക്കാം, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം. അവിടെ അവളെ കൊണ്ടുവന്നിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരാം. വേണ്ട, ഇനി ഇങ്ങനെ ഒരു മോള് എനിക്ക് വേണ്ട, അവൾ വരില്ല, അവനെയാണ് വേണ്ടത്. അവൾ എഴുതിയത് കണ്ടില്ലേ, ശിവനില്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ നമ്മൾ കേസ് കൊടുത്ത് നമ്മൾ നാറണോ? അവൾ വരില്ല, ഇനി അവളും നമ്മളുമായി ഒരു ബന്ധവുമില്ല. ലീല വാവിട്ടു കരഞ്ഞു. സതിയുടെ കൂട്ടുകാരെയും കയറ്റി കാറിൽ പോവുകയായിരുന്നു. ശിവൻ പറഞ്ഞു, ഇവിടെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ട്, അവിടെ പോയി ഡ്രസ്സെല്ലാം മാറണം, സാധനങ്ങളെല്ലാം ഞാൻ അവിടെ വച്ചിട്ടുണ്ട്, നിന്നെ ഒരുക്കാൻ ഒരാളിനെയും നിർത്തിയിട്ടുണ്ട്. അതെന്തിന്? കല്യാണം കഴിക്കുമ്പോൾ സാരിയൊക്കെ ഉടുക്കണ്ടേ എന്ന് പറഞ്ഞു. വേഷമൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് അമ്പലത്തിൽ പോയാൽ മതി, എല്ലാം ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് ദൂരം ചെന്നപ്പോൾ കാർ ഒരു വീട്ടിൻ്റെ മുന്നിൽ നിർത്തി. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്, ഇവിടെ ഇറങ്ങാം, അവിടെ എല്ലാം ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്, വരൂ എന്നും പറഞ്ഞ് ശിവൻ അവരെ കൂട്ടിക്കൊണ്ട് ആ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ 2 പെൺകുട്ടികളും 3-4 ആണുങ്ങളും അവിടെ നിൽക്കുന്നു. കയറി വരാൻ പറഞ്ഞു. അങ്ങനെ സതിയെ ഒരുക്കാൻ പറഞ്ഞു ശിവൻ. ആ പെൺകുട്ടികളോട് പറഞ്ഞു, ഇതാണ് സതി, ഈ സതിയെയാണ് ഒരുക്കേണ്ടത്. സതിയോട് പറഞ്ഞു, ഇതെൻ്റെ കൂട്ടുകാരാണ്, ഇത് നിന്നെ മേക്കപ്പ് ചെയ്യാൻ വന്ന കുട്ടികളാണ് എന്ന് പറഞ്ഞു. സതി ഒന്ന് മൂളി. അങ്ങനെ സതിയെയും കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് അവർ അടുത്തുള്ള ഒരു റൂമിലേക്ക് കയറിപ്പോയി. സതിയെ സാരിയൊക്കെ ഉടുപ്പിച്ചു, മേക്കപ്പൊക്കെ ചെയ്തു. അപ്പോഴത്തേക്ക് ആ വാതിലിലൊരു കൊട്ട്. നോക്കിയപ്പോൾ ശിവനാണ്. ഒരു പെട്ടി കൊടുത്തു. ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിൽ സ്വർണം. സതി ഞെട്ടി. എനിക്കെന്തിനാ ഇത്രയും സ്വർണം? ഇത് ഇട്ട് നീ അണിഞ്ഞൊരുങ്ങണം, എന്നിട്ട് വേണം നമ്മുടെ കല്യാണം, അതിനൊരു കുറവും വരാൻ പാടില്ല. ബാക്കി കഥ അടുത്ത എപ്പിസോഡിൽ. കല്യാണം നടക്കുമോ ഇല്ലയോ